അല്ല എന്താ മൈകാക്ക നിങ്ങൾ ഇവിടെ തരേണ്ടത്? അതെടാ നമ്മളെ ഷെഫീക്ക് അട്ടായത്ത് കറി പോയിട്ടുണ്ട്. സംഗതി പറ്റാൻ തോന്നുന്നു. നമ്മളൊന്ന് പോയേക്കണം. എന്നാ പോയേക്കാം. അല്ല ഷെഫീക്ക ഇജ്ജെന്താ ഇവിടെ തരീണ്? ആ മയക, ഞാൻ വൈഫും കൂടി ഉച്ചക്ക് ഇവിടെ വന്നീന്ന്. അപ്പോൾ അവളെ പാൽസാരം ഇവിടെ പോയിക്കണം. അപ്പം അതിങ്ങനെ തിരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അത് ശരി. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വരാന്. നമ്മളിപ്പോ ഇത്രാണ്ട് ശ്രദ്ധിക്കൂലല്ലോ. എത്ര പവനുണ്ടടാ? ഒരു കാലത്താണ് പോയത്. ഒരു രണ്ട് കാല് പവനുണ്ടാവും. ഓ 2-2.5 ലക്ഷം റുപ്യന്റെ മുതലാണല്ലോ പോയതിരേ. ഞാനേ അന്നെ കാണുമ്പോ പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ അയക്കണ്. അല്ലെങ്കിൽ ഇജ്ജ് എന്തിനാ ഈ പോണോടത്തൊക്കെ ചെണ്ട തോളിട്ട് നടക്കണ മാതിരി പെണ്ണുങ്ങളെയും കൂട്ടിയും കൊണ്ട് നടക്കണത്? അതിന് മൈകാക്ക, ഞാൻ എൻ്റെ പെണ്ണുങ്ങളായിട്ടല്ലേ നടക്കണത്. എന്നാലും അങ്ങനല്ലടാ, നമ്മൾ ഈ പോണോടത്തൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പറ്റിങ്ങളെ. അത് എനിക്കിപ്പോ പുതുക്കായതുകൊണ്ട് തോന്നുകയാണ്. മൈകാക്ക, അത് പുതുക്കെന്നുള്ളതല്ല. ഞാൻ 6 മാസത്തെ ലീവിനാണ് ഇങ്ങോട്ട് വരുന്നത്. അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് നമ്മൾ കുടുംബത്തോടൊപ്പം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും തെറ്റല്ലല്ലോ. ഇപ്പോൾ പ്രകൃതി ഭാര്യനെ കൂട്ടിയിട്ട് പ്രകൃതി കാണിച്ചു കൊടുക്കണതും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണതും ഇതൊന്നും ഒരു വലിയ തെറ്റുള്ള കാര്യമല്ലല്ലോ. പെണ്ണുങ്ങളെ ടൂർ കൊണ്ടോണീനും ഭക്ഷണം കഴിക്കാൻ പോണേനും ഞാൻ എതിരല്ല. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും നമുക്കൊരു പൊരുത്തം വേണം. മയക്ക, ഈ കുടുംബം എന്ന് പറയുമ്പോൾ അത് കൂടുമ്പോൾ ഇമ്പുണ്ടാവണതാണ്. ശരിക്കും എനിക്ക് ഒരു അടിമാക്കിയിട്ട് ഭാര്യനെ നിർത്താൻ എനിക്കതിൽ താല്പര്യമില്ല. ആകെ ഇത്തിരി പോകുന്ന ഒരു ആയുസ നമുക്കുള്ളത്. അതുള്ളത് സന്തോഷത്തോടു കൂടി ജീവിക്കാന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു കാര്യങ്ങളോട് ചോദിക്കട്ടെ? എന്താ? ഞാൻ കേട്ട അറിവ് നിങ്ങൾ 3 കല്യാണം കഴിച്ചെന്നുള്ളതാണ്. ഏതെങ്കിലും ഭാര്യ ഇപ്പം നിങ്ങളെ കൂടെ ഉണ്ടാ? അതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല. ചാവോ ഇജ്ജ് വന്ന മോന് പാൽസാരം എന്തേലും കാട്ടിക്കോട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നോക്കി സ്വയം ജീവിക്കാൻ മറന്നു പോകുന്ന ചില അപൂർവ മനുഷ്യരുണ്ട് നമുക്കിടയിൽ.